നെറ്റിൻ്റെ തിരക്കിട്ട പ്രിപ്പറേഷനിടയിൽ ടീച്ചിങ് ആപ്പിനെ കുറിച്ചുള്ള നോട്ട്സ് തപ്പി വന്നവരാണോ നിങ്ങൾ? അല്ല യാദൃച്ഛികമായിട്ട് കണ്ടതാണോ? നെറ്റിൻ്റെ മറ്റ് ടോപ്പിക്സ് തിരഞ്ഞെടുക്കുന്നതിനിടയിൽ തപ്പി നടക്കുന്നതിനിടയിൽ നിങ്ങൾ ഒരുപക്ഷെ കണ്ടതായിരിക്കാം ഈ വീഡിയോ. എന്തായാലും വന്നത് വെറുതെ ആയില്ല. വെൽക്കം എവറി വൺ ടു ദിസ് കോഴ്സ് ഓൺ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഇത് UGC നെറ്റ് പേപ്പർ 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ സെക്ഷനിൽ നമുക്ക് എന്താണ് ടീച്ചിങ് എന്നുള്ളത്, പിന്നെ അതിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് മേക്സ് ടീച്ചിങ് എഫക്റ്റീവ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മീനിങ് ഓഫ് ടീച്ചിങ്. മീനിങ് ഓഫ് ടീച്ചിങ് എന്താണ് ടീച്ചിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതാണ് ടീച്ചിങ് എന്നായിരിക്കും നമ്മൾ ഇതുവരെ അറിയാം. പക്ഷേ ഈ ഇൻഫർമേഷൻ ഒരു കുട്ടിയിലോട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. അതൊരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ്. അതിൽ ഗൈഡിങ് ഉണ്ടായിരിക്കും, മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, പിന്നെ ലേണേഴ്സിനെ നോളജ് വൈസായിട്ടും സ്കിൽ വൈസായിട്ടും വാല്യൂ വൈസായിട്ടും അവരെ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോസസ്സ് കൂടെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് എൻ ഇൻട്രാക്റ്റീവ് പ്രോസസ് which involves the transmission of knowledge, skills and values. It is not only the transmission of knowledge എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ഗൈഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ഹെൽപ്പിംഗ് ലേണേഴ്സ് ഗ്രോ ഇൻ നോളജ്, സ്കിൽസ് ആൻഡ് വാല്യൂസ്. ചുരുക്കി പറഞ്ഞാൽ ടീച്ചിങ് ഈസ് അബൌട്ട് ബ്രിങ്ങിങ് ചേഞ്ച്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് അബൌട്ട് ബ്രിങ്ങിങ് ചേഞ്ച്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ടീച്ചിങ് ആണ്. ഈ നേച്ചർ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോഴേക്ക് ടീച്ചിങ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ പറഞ്ഞ ആർട്ടാണ്, എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് സയൻസുമാണ്. എന്തുകൊണ്ട് ആർട്ട് എന്ന് പറയുന്നത്? ഇറ്റ്സ് ആർട്ട് ബിക്കോസ് ഇറ്റ് റിക്വയർസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ കണക്ഷൻ. എന്തുകൊണ്ടാണ് ഇത് ആർട്ട് എന്ന് പറയുന്നത്? അതിന് ക്രിയേറ്റിവിറ്റി വേണം. ടീച്ചിങ്ങിന് ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. അതുമാത്രമല്ല, ഒരു ഇമോഷണൽ കണക്ഷൻ ആവശ്യമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്? കാരണം ഇറ്റ് ഫോളോസ് സ്ട്രക്ചേർഡ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതിന് പ്രീസെറ്റായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ചില പ്രിൻസിപ്പിൾസും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആർട്ട് ആണ്, അതുമാത്രമല്ല സയൻസ് ആണെന്ന് പറയാൻ കാരണം. അടുത്ത ഡൈനാമിക് ആൻഡ് ഇൻറ്ററാക്റ്റീവ്. ടീച്ചിങ് ഈസ് ഓൾവേസ് ഡൈനാമിക് ദെൻ ഇൻറ്ററാക്റ്റീവ്. ഒരാൾ മാത്രം സംസാരിച്ചത് കൊണ്ട് അവിടെ ടീച്ചിങ് എഫക്റ്റീവ് ആകുന്നില്ല. ടീച്ചർ കുട്ടിയോട് സംസാരിക്കണം, അതുപോലെ തന്നെ കുട്ടി ടീച്ചറിനോട് സംസാരിക്കണമെങ്കിൽ മാത്രമേ അത് ടീച്ചിങ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് റിക്വയർസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഒബിയസ്ലി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു ടീച്ചറിന് തീർച്ചയായിട്ടും നല്ലൊരു ടീച്ചർ ആവാനും സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഇൻറ്ററാക്റ്റീവ് ആണ്, ദെൻ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഒന്നുകൂടെ പറയാം. The nature of teaching shows its depth. It is both art and science. എന്തുകൊണ്ട് ആർട്ട്? ആർട്ട് because it requires creativity and emotional connection. Why is it science? Science because it follows structured method and principles. Then teaching is dynamic, it is interactive and always goal oriented. Next one is levels of teaching. There are 3 levels of teaching proposed by educational psychologist. Educational psychologist പറയുന്നതിനനുസരിച്ച് 3 ലെവൽസ് ഉണ്ടെന്നാണ് പറയുന്നത് ടീച്ചിങ്ങിന്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി ലെവൽ. ഇറ്റ്സ് പുട്ട് ഫോർത്ത് ബൈ ഹെർബർട്ട്. ഹെർബർട്ടാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് പുട്ട് ഫോർത്ത് ചെയ്തത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ റോഡ് ലേണിംഗ്. റോഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ കാണാപ്പാഠം പഠിക്കുക, അതാണ് മെമ്മറി ലെവൽ. നെക്സ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മോറിസൺ. അതാണെങ്കിൽ കോംപ്രിഹെൻഷൻ. സോ ഫസ്റ്റ് വൺ ഇസ്
ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെഡ്. നമുക്ക് അങ്ങനെ പഠിക്കാം. മെമ്മറി ലെവൽ ഇസ് റിലേറ്റഡ് ടു ഹെഡ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സ് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലക്റ്റീവ് ലെവൽ, അത് ഹണ്ടാണ് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അത് കൂടുതൽ ഹയറായിട്ട് നോക്കുകയാണെങ്കിൽ ടീച്ചിങ് ബിക്കംസ് മോർ ലേണർ സെൻറ്റേർഡ് ആവും. So once again, memory level is proposed by Herbert and it focuses on rote learning. Understanding level focuses on comprehension and reflective level focuses on critical thinking and problem solving. Next is objectives of teaching. ടീച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഡിസൈറബിൾ ചേഞ്ച് ലേണേഴ്സിൽ കൊണ്ടുവരിക എന്നതാണ്. അവിടെ 3 ഡൊമൈൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കൊഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഡൊമൈൻസ് മീൻസ് സ്കിൽസ്. ഓക്കെ, ടീച്ചിങ് ഓൾസോ എയിംസ് ടു പ്രൊമോട്ട് സെൽഫ് ലേണിംഗ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇത് 3 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ്. ഫസ്റ്റ് വൺ ഇസ് ക്ലാരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് എഫക്റ്റീവ് ടീച്ചർ കമ്മ്യൂണിക്കേറ്റ്സ് ക്ലിയർലി. ഒരു നല്ലൊരു ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ എന്ത് ചെയ്യും? നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ മോട്ടിവേറ്റ്സ് ദ സ്റ്റുഡൻസ്, എന്തൂസിയാസം ആൻഡ് മോട്ടിവേഷനിൽ മോട്ടിവേറ്റ്സ് ദ സ്റ്റുഡൻസ് ആൻഡ് കീപ് ദം എൻഗേജ്ഡ്. ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്നത്, ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ഇഫക്റ്റീവ് ടീച്ചിങ് നടന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ക്ലാരിറ്റിയും കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കണം. അതായത് നല്ല രീതിയിൽ ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാത്രമല്ല കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ എൻഗേജ് ചെയ്യിക്കുന്ന ടീച്ചറായിരിക്കണം. പിന്നെ ദേ യൂസ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ലേണിംഗ്. ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുന്നവരായിരിക്കണം. അത് ബോത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയാലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയാലും അത് യൂസ് ചെയ്തിട്ട് ദെൻ ദേ വിൽ റിഫ്ലക്റ്റ് ഇറ്റ് ഇൻ ദെയർ ഫർദർ ക്ലാസ്സസ്. വേറെ ക്ലാസ്സസിൽ ഈ ഒരു ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ കിട്ടുന്ന ഫീഡ്ബാക്ക് അവർ സ്വീകരിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വേണ്ട ചേഞ്ചസ് വരുത്തും. ഗുഡ് ടീച്ചിങ് എന്ന് പറയുന്നത് എത്ര പഠിപ്പിക്കുന്നു എന്നല്ല, എത്രമാത്രം നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നു എന്നതാണ് ഗുഡ് ടീച്ചിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അത്രയും പ്രധാനമാണ് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ടീച്ചർ ഇഫക്റ്റീവായിട്ട് ടീച്ച് ചെയ്യണമെങ്കിൽ അവർ ലേണറിനെ മനസ്സിലാക്കണം. സോ ടു ടീച്ച് ഇഫക്റ്റീവ്ലി വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അവർ ലേണേഴ്സ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ അത് ഇൻ്റലിജൻസും പ്രയർ നോളജും ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അടുത്തത് എഫക്റ്റീവ് ആസ്പെക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. അവിടെ തന്നെ അത് മോട്ടിവേഷനും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ദെൻ സൈക്കോമോട്ടർ ആസ്പെക്റ്റിൽ വരുന്നതാണ് ഫിസിക്കൽ സ്കില്ലും കോർഡിനേഷനും എബിലിറ്റി അതൊക്കെ വരുന്നത്. ഓരോ കുട്ടിയും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കനുസരിച്ച് ടീച്ചിങ് മെത്തേഡ് എന്ത് ചെയ്യണം? അഡാപ്റ്റ് ചെയ്ത് ടീച്ച് ചെയ്യണം. നെക്സ്റ്റ് ഇസ് ടീച്ചിങ് പ്രോസസ്സിന് 4 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്, ആ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിക്ക് എന്ത് ലേണിംഗ് ഔട്ട്കമാണ് വരേണ്ടത്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഏത് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഈ പ്ലാനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഓർഗനൈസേഷൻ. എൻ്റെ കയ്യിലുള്ള കോണ്ടൻറ്റിനെ ഞാൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യും, അതാണ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് വൺ ഇസ് ലീഡിങ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ നമ്മുടെ ലെസൺ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു, അതാണ് ലീഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കൺട്രോളിങ് ഓർ ഇവാലുവേറ്റിംഗ്. അത് ചെക്കിങ് ലേണിംഗ് ഔട്ട്കംസ്. ഞാൻ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വെച്ച് എൻ്റെ പ്ലാനിങ്ങിൽ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ഞാൻ ഇവിടെ എൻ്റെ ടീച്ചിങ് പ്രോസസ്സിൽ ആ ഒബ്ജക്റ്റീവ് ഞാൻ ഓവർകം ചെയ്തോ, അത് അച്ചീവ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ
നോക്കുന്നത്. സോ ചെക്കിംഗ് ലേണിംഗ് ഔട്ട്കംസ്. ദെൻ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നമ്മൾ ടീച്ചിങ് പ്രോസസ്സിനെയൊക്കെ കുറിച്ച് എത്ര തന്നെ പ്ലാൻ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ടീച്ച് ചെയ്തിരുന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചറിൻ്റെ പ്രിപ്പറേഷൻ, ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡ്, ബാക്കി കാര്യങ്ങളൊക്കെ അത് ടീച്ചർ റിലേറ്റഡ് ഫാക്ടേഴ്സാണ്. സെക്കൻഡ് വൺ ഈസ് ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. അതായത് മോട്ടിവേഷൻ അല്ലെങ്കിൽ മൂഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ്, എവറിത്തിങ് കംസ് അണ്ടർ ലേണർ റിലേറ്റഡ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് വൺ ഇസ് കോണ്ടൻറ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് പറ്റും, എന്നാൽ ചില കോണ്ടൻറ്റ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് ടീച്ചിങ്ങിനെ സാരമായിട്ട് ബാധിക്കും. ചില കാര്യങ്ങൾ നമുക്കതൊരു സ്റ്റോറി പോലെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും. ചില കോൺസെപ്റ്റ്സൊക്കെ വരുമ്പോഴേക്കും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മുടെ ലേണറിന് ആ കോണ്ടൻറ്റ് അതേപടി നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതാണ് കോണ്ടൻറ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ക്ലാസ് റൂം സെറ്റിംഗ്, ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴേക്കും അവിടെ ഇറ്റ് എൻഷേഴ്സ് എഫക്റ്റീവ് ടീച്ചിങ്. നെക്സ്റ്റ് വൺ ഇസ് ടീച്ചിങ് എയ്ഡ്സ്. ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുമ്പോഴേക്കും ടീച്ചിങ്ങിന് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചിങ് എയ്ഡ്സ് മേക്ക് ലേണിംഗ് മോർ എൻഗേജിങ് ആൻഡ് ഈസി ടു ഗ്രാസ്പ്. നമുക്ക് എന്തൊക്കെ എയ്ഡ്സ് ഉണ്ട്? ഓഡിയോ എയ്ഡ്സ് ഉണ്ട്, വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്. ഓഡിയോ എയ്ഡ്സിൽ വരുന്നത് റേഡിയോ, ടേപ്പ് റെക്കോർഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ വിഷ്വൽ എയ്ഡ്സ്, ഇപ്പോൾ നമുക്ക് ഓഡിയോ ക്ലിപ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഓഡിയോ എയ്ഡ്സിൽ വരും. ദെൻ വിഷ്വൽ എയ്ഡ്സ് എന്ന് വരുമ്പോഴേക്കും ചാർട്ട്, പിന്നെ മോഡൽസ്, ബ്ലാക്ക് ബോർഡ്, ഇതൊക്കെ വിഷ്വൽ എയ്ഡ്സ് ആണ്. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ വീഡിയോസ്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, അതൊക്കെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡിൽ വരുന്നത്. നമ്മൾ ഏത് കോൺസെപ്റ്റ് പഠിപ്പിച്ചാലും കറക്റ്റായിട്ടുള്ള ലേണിംഗ് എയ്ഡ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്താൽ റിട്ടൻഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാവും. അടുത്തതായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രെയിനിങ്. ടീച്ചിങ് എന്താണ്, ഇൻസ്ട്രക്ഷൻ എന്താണ്, ട്രെയിനിങ് എന്താണ് എന്നതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യകത വളരെയേറെ ഉണ്ട്. അതുകൊണ്ടാണ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ബ്രോഡർ പ്രോസസ്സാണ്, ഇമ്പാർട്ടിങ് നോളജാണ്. അതെന്ന് പറയുമ്പോഴേക്കും നോളജ് ഫോർമേഷന് വേണ്ടി മാത്രമാണ് ടീച്ചിങ്. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു സ്പെസിഫിക് മെത്തേഡോ അല്ലെങ്കിൽ ടെക്നിക്കോ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ സ്കിൽസ്. ചുരുക്കി പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത് അതായത് ഒരു കുടയായിട്ട് എടുക്കാം. ഒരു കുടയുടെ കീഴിൽ 2 പേര് ഒതുങ്ങുന്നത് പോലെയാണ് ടീച്ചിങ് കുടയാണ്. ഇൻസ്ട്രക്ഷനും ട്രെയിനിങ്ങും അതിൻ്റെ കീഴിൽ ഒതുങ്ങുന്ന 2 വ്യക്തികളായിട്ട് നമുക്ക് പറയാം. സോ ടു കൺക്ലൂഡ്, എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് നോളജ് ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, അതെന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം, ബിൽഡിംഗ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കണം, പിന്നെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നതായിരിക്കണം. നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോഴേക്കും ആ നമ്മുടെ ടീച്ചിങ് ലേണർ സെൻറ്റേർഡ് ആവുമ്പോൾ, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് അവിടെ ഉണ്ടെങ്കിൽ അത് കുട്ടിക്കും അതുപോലെ തന്നെ സമൂഹത്തിനും നമുക്കും ഏറെ ഗുണം ചെയ്യും. ദാറ്റ്സ് വെയർ ട്രൂ എഡ്യൂക്കേഷൻ ഹാപ്പൻസ്. വെൻ ടീച്ചിങ് ബിക്കംസ് ലേണർ സെൻറ്റേർഡ്, റിഫ്ലക്റ്റീവ് ആൻഡ് വാല്യൂ ഡ്രിവൺ, ദാറ്റ്സ് വെയർ ട്രൂ എഡ്യൂക്കേഷൻ ഹാപ്പൻസ്. സോ എഫക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ആണ്, ഡൈനാമിക് ആണ്, റിഫ്ലക്റ്റീവ് ആണ്. അത് നോളജും കുട്ടിയുടെ നോളജും പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടറിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട്
സഹായിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ MCQs വേണമെന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ, കോമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MCQs സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.